പഴകിയ തുണിത്തരങ്ങളെല്ലാം ശേഖരിച്ച് ആഫ്രിക്കയിലുള്ള അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പറ്റം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഥയിലേക്കാണ് കടക്കുന്നത്. യുഎയിലുള്ള ബൈറ്റ്സ് എന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കൂട്ടായ്മയാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് പിന്നിൽ. സഹജീവി സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ആ ഒരു വ്യത്യസ്തമായ കഥ അറിയണം നമ്മൾ. മറ്റൊരിടത്തും കാണാനാകാത്ത സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ വ്യത്യസ്തമായ കഥയാണിത്. ലോകത്തിൻ്റെ ഒരു കോണിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വസ്ത്രങ്ങൾ എത്തിക്കുക, അവരുടെ മുഖത്ത് പുഞ്ചിരി നിറയ്ക്കുക. ഭിന്നശേഷിക്കാരായ ഈ കുരുന്നുകൾ ശ്രമിക്കുന്നത് അതിനായാണ്. അതെ, യുഎയിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഒരു കുഞ്ഞു കൂട്ടായ്മയായ ബൈറ്റ് ഇവിടെ പുതുചരിത്രം എഴുതുകയാണ്. ഈ കുട്ടികൾ ഇവിടെ ഏകദേശം 40ഓളം കുട്ടികൾ ചേർന്നിട്ട് അവരും അവരുടെ പേരൻസും വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് യൂസ്ഡായിട്ട് ക്ലോത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലോത്തുകൾ. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ പല ഡ്രസ്സ് മേടിക്കും, കുട്ടികൾക്ക് മേടിക്കും. അവരൊക്കെ വലുതാവുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ കുട്ടികൾക്കത് പിന്നെ ഫിറ്റ് ആവാതിരിക്കും, പിന്നെ അത് യൂസ് ചെയ്യാറില്ല. അതുപോലെ നല്ല നല്ല ക്ലോത്തുകൾ അത് മേടിച്ച് നന്നായിട്ട് ഉണക്കി നന്നായിട്ട് ക്ലീൻ അയണിങ് ഒക്കെ ചെയ്തിട്ട് ഇത് പാവപ്പെട്ട ഈ ആഫ്രിക്കയിലുള്ള കുട്ടികൾക്ക് അയച്ചു കൊടുക്കും. അത് ചെയ്യുന്നത് ഇവിടെ ഒരു കിസ്വ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് യുഎയിൽ. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ടാണ് ഈ കുട്ടികൾ ചെയ്യണത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കുട്ടികളെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ ഇൻക്ലൂസീവ്നെസ്, അവരെ നമ്മുടെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റും ആ കുട്ടികളെ, ഈ ചിൽഡ്രൻ ഓഫ് ഡിറ്റർമിനേഷനെ, ഞാൻ അവരെ വിളിക്കുന്നത് ചിൽഡ്രൻ ഓഫ് ഏഞ്ചൽ എന്നാണ്. വീടുകളിലെത്തി ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിച്ച് ആഫ്രിക്കയിലെ മറ്റുമുള്ള അർഹരായവർക്ക് എത്തിക്കുകയാണ് ബൈറ്റ് കൂട്ടായ്മ ചെയ്യുന്നത്. കൂട്ടായ്മയിലെ കുരുന്നുകളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കി അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്നതിനുമാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ഓർഗനൈസേഷൻ ഉണ്ട്, കിസ്വ എന്ന് പറഞ്ഞിട്ട്. അവർ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ക്ലീനും വാഷൊക്കെ ചെയ്തിട്ട് അവർ ആഫ്രിക്കയിലേക്ക് ഷിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾക്കൊക്കെ പുതിയ ക്ലോത്ത്സ് ആയിട്ട് കിട്ടും. സോ അതാ അവരുടെ ഡ്രൈവ്. ഇതിൽ 2-3 സംഭവങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ പിള്ളേർ തന്നെ അവർക്കൊരു ഇൻഡിപെൻഡൻസ് കാണും. പിള്ളേരൊക്കെ കുറേ വീട്ടിലേക്ക് പോയിട്ട് അവർ ചോദിക്കും, എനിക്ക് ഒരു ഓൾഡ് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അത് തന്നോളൂ, ഞാനത് ഡ്രൈവിന് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ്, അവർക്ക് ഒരു ഇൻക്ലൂഷൻ ഉണ്ട്. നോർമൽ ചിൽഡ്രൻ്റെ കൂടെ അവർ ഒരുമിച്ച് ഈ ഡ്രൈവ് നടത്തുന്നുണ്ട്. ആൻഡ് തേർഡ്, അവർക്കൊരു ക്യാഷ് ഇൻസെൻറ്റീവായിട്ട് കിസ്വ കൊടുക്കുന്നുണ്ട്. ഈച്ച് കിലോഗ്രാമിന് കിസ്വ 2 ദിറാമായിട്ട് അവർക്ക് കൊടുക്കും. സോ അത് അവർക്കൊരു സസ്റ്റൈനബിലിറ്റി ആയിട്ട് അവർക്കൊരു നല്ല സംഭവം നടക്കുന്നുണ്ട്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നവരോട് അത് ഉപകാരപ്പെടുന്നവർക്ക് നൽകാനുള്ള അവസരമുണ്ടെന്നും ചെറുതെന്ന് തോന്നുന്ന പല പ്രവൃത്തികളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചടക്കം ഈ കുരുന്നുകൾ ആളുകളെ ബോധ്യപ്പെടുത്തി അടക്കമാണ് വസ്ത്രങ്ങൾ ശേഖരിക്കുന്നത്. So many people of determination, parents who have come on board and supporting at the causes that we have taken up. Basically, we are looking at giving a life skills exposure to our people of determination. We do not want to call them children because ultimately what we are looking for them is independence and acceptance into the society. So I think we are trying a little bit whatever we can do possible and actually promoting inclusion in the true sense. So we keep on doing activities which engage them proactively. One of the drives that we do is Kiswa Drive. We have collaborated with Kiswa. The main motive is to collect used items, used old clothes, shoes, bags, and recycle them and then send them across to Africa. വസ്ത്രങ്ങൾ ശേഖരിച്ച് കിസ്വ എന്ന സംഘടനയ്ക്കാണ് കൈമാറുന്നത്. അവർ ആവശ്യക്കാരിലേക്ക് എത്തിക്കും. സഹജീവി സ്നേഹം വളർത്താനും നിർധനരെ സഹായിക്കാനുമുള്ള ഇവരുടെ മനസ്സ് കണ്ട കിസ്വ ഇവർക്കൊപ്പം കൂടെ നിൽക്കുകയാണ്. ഇതുവരെ ഇവർ 700 കിലോ വസ്ത്രങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. വസ്ത്രങ്ങൾ വാങ്ങുന്നത് മുതൽ പാക്ക് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ മിടുക്കർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്.
I did Kiswa. I applied for a heavy outing to college trying to Africa. Kiswa Jive, I donate the clothes. I donate the clothes and to donate the clothes for the Kiswa Jive and to donate the go to the van and put all this thing in the van. കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കളും ഒപ്പമുണ്ട്. തങ്ങളുടെ മക്കൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്നതിന് സന്തോഷത്തിലാണ് ഇവർ. In the first drives, 26 PODs who participated, 24 volunteers who are neurotypical children, and in the second drive we were almost 12 volunteers and 20 children, people of determination. And you should see the kind of enthusiasm that they have. We asked the parents to take a back step. It was only collaboration between the people of determination and the volunteers. ഇന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി യുഎയിലെ വിവിധ കൂട്ടായ്മകളും രംഗത്തുണ്ട്. ഇത്തരത്തിൽ മക്കളുടെ പ്രവർത്തനങ്ങൾ ലോകമറിയുന്നത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല എന്നിവർ പറയുന്നു. അതോടൊപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ സമ്മാനവും കിസ്വ ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. അത്തരത്തിൽ സ്വയം പര്യാപ്തരാകാനുള്ള പ്രോത്സാഹനം ഈ കുരുന്നുകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എല്ലാവരും ഒന്നായിട്ട് they are going together, so that is the beauty of the whole program. And second ആയിട്ട് as we say ഇവർക്കെല്ലാവർക്കും ഒരു മണി കിടച്ചാൽ സോ ദേ ആർ വെരി വെരി പ്രൗഡ് ഓഫ് ദെംസെൽസ്. സോ അതൊരു കോൺഫിഡൻസ് ആയിട്ട് മേലേക്ക് വരുന്നുണ്ട്. അവർ എല്ലാ ഇടത്തേയും പോയിട്ട് പറയുന്നുണ്ട് എനിക്ക് 100 dirhams കിട്ടി. സോ ഇറ്റ് ഈസ് വെരി വെരി പ്രൗഡ് മൊമെൻറ്റ് for them. So they say, okay, I am going to treat my parents today. So adella oru cheriya sandoshamale. So that is what is very very exciting when you see at the end of the day the kind of satisfaction which these children are getting and the parents are getting out of the whole situation is amazing. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ അടുപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ബൈറ്റ് കൂട്ടായ്മ അംഗങ്ങൾ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തെളിച്ചം കാണാമായിരുന്നു.